ഹായ് SSLC വിദ്യാർത്ഥികൾക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. SSLC മാത്സിലെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരിക്കലും ഇതിനെ നിങ്ങൾ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ടോ അങ്ങനെയൊന്നും കാണാൻ പാടില്ല. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? PT ഈസ് എ ടാൻജൻറ്റ് ഫ്രം P. PA equal to 9 cm, AB equal to 7 cm. Calculate the length of the tangent. ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അതായത് ഒരു സർക്കിളിൽ ഒരു ടാൻജൻ്റ് ഉണ്ട്, അതുപോലെ ഒരു ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്, അതായത് കൂട്ടിമുട്ടുന്ന ഒരു ലൈനും ഉണ്ട്. അപ്പോൾ ഈ ലൈനിൻ്റെ ലെങ്ത്തുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, AB എന്ന് പറയുന്നത് 7 cm ആണ് അല്ലേ. AB 7 cm ആണ്. PA എന്ന് പറയുന്നത് 9 cm ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അറിയാം. ആരെങ്കിലും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കാറുണ്ടോ? യെസ്, നോക്കാറുണ്ട് അല്ലേ. വെരി ഗുഡ്. അപ്പോൾ ദ പ്രോഡക്റ്റ് ഓഫ് ആൻ ഇന്റർസെക്റ്റിംഗ് ലൈൻ ആൻഡ് ദ പാർട്ട് ഓഫ് ഇറ്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ ടാൻജന്റ്. അതായത് ടാൻജന്റിന്റെ സ്ക്വയർ, അതായത് ടാൻജന്റിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണെന്ന് അവർ പറയുന്നത്? ഇന്റർസെക്റ്റിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടുന്ന ലൈൻ. ഓക്കെ, ഇന്റർസെക്റ്റിംഗ് ലൈനിന്റെ അതുപോലെ തന്നെ എന്തായിരുന്നു? ഔട്ട്സൈഡ് ദ സർക്കിളുള്ള ലൈനിൻ്റെയും പ്രോഡക്റ്റ് ആണ്. ഇതാണ് ഈ ഒരു ചോദ്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ടാൻജന്റിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇന്റർസെക്റ്റിംഗ് ലൈന് ഇൻറ്റു ഔട്ട്സൈഡ് ദ സർക്കിളിലുള്ള ലൈനിൻ്റെ ലെങ്ത്. ഓക്കെ, അതായത് ഞാനൊരു ചിത്രം കൂടി വരച്ച് നിങ്ങൾക്ക് കൃത്യമാക്കിയിട്ട് തരാം. ഇപ്പോഴും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടാവും. അതായത് ഒരു സർക്കിൾ ഉണ്ട്. ഈ ഒരു സർക്കിളിൽ എന്തുണ്ട്? യെസ്, ഒരു ഇന്റർസെക്റ്റിംഗ് ലൈൻ ഉണ്ട്, അതുപോലെ ഒരു ടാൻജന്റും ഉണ്ട്. ഈ ടാൻജന്റും ഇന്റർസെക്റ്റിംഗ് ലൈനും തമ്മിൽ കൂട്ടിമുട്ടാന്നിരിക്കട്ടെ. ഓക്കെ, രണ്ടും കൂടി എന്ത് ചെയ്യാണ്? കമ്പൈൻ ചെയ്യാണ്. അപ്പോൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഈ ടാൻജന്റിന്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണ്ടുപിടിക്കണമെങ്കിൽ അവർ ഒരു കോൺസെപ്റ്റ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അതായത് ഇന്റർസെക്റ്റ് ചെയ്യുന്ന ലൈൻ, അതായത് ഇതാണല്ലോ ഇന്റർസെക്റ്റ് ചെയ്യുന്ന ലൈൻ, കൂട്ടിമുട്ടുന്ന ലൈൻ. ഈ ഇന്റർസെക്റ്റ് ചെയ്യുന്ന ലൈനും അതുപോലെ തന്നെ പുറത്തുള്ള ഔട്ട്സൈഡ് ദ സർക്കിളിലുള്ള ലൈനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെങ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടാൻജന്റിന്റെ സ്ക്വയർ കിട്ടും. എന്താ ഞാൻ പറഞ്ഞത്? ടാൻജന്റിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർസെക്റ്റ് ചെയ്യുന്ന ലൈനിന്റെ ലെങ്ത്തും അതുപോലെ തന്നെ പുറത്ത് ഔട്ട്സൈഡിലുള്ള ലൈനിന്റെ ലെങ്ത്തും തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാൻജന്റിന്റെ സ്ക്വയർ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ എന്താ കൃത്യമായിട്ട് പറയുന്നത്? ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾ. യെസ്, ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഈ ക്വസ്റ്റ്യനിൽ അവർ എന്തൊക്കെ നൽകിയിട്ടുണ്ട്? ഈ ഒരു ഇന്റർസെക്റ്റിംഗ് ലൈൻ നൽകിയിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഇന്റർസെക്റ്റിംഗ് ലൈനിന്റെ ലെങ്ത് എത്രയാ? നിങ്ങൾക്കറിയാലോ, 7ഉം 9ഉം കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? ടോട്ടൽ ലെങ്ത് എത്ര കിട്ടൂടാ? 16 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അതായത് ഈ മൊത്തം ലൈൻ, ഈ ഒരു ഇന്റർസെക്റ്റിംഗ് ലൈനാണ് 16 സെന്റിമീറ്റർ. അപ്പോൾ നമുക്കറിയാം ടാൻജന്റ് എന്ന് പറയുന്നത് ഇവിടെ PT ആണ് അല്ലേ. ഞാൻ ഈ വരച്ച് കാണിക്കുന്നതാണ് PT ആണ്. അപ്പോൾ PTയുടെ സ്ക്വയർ, അതായത് ടാൻജന്റിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, 16 ഇൻറ്റു ഔട്ട്സൈഡ് ദ സർക്കിൾ എത്രയാണ്? നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞ ഔട്ട്സൈഡ് ദ സർക്കിൾ 9 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 16 ഇൻറ്റു 9 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം ഈ PT സ്ക്വയർ, നമുക്ക് ടാൻജന്റിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്ക്വയറിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ റൂട്ടായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ എഴുതാൻ പറ്റും PT എന്ന് പറഞ്ഞാൽ റൂട്ട് 16 ഇൻറ്റു 9. 16 ഇൻറ്റു 9 നിങ്ങൾ പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കിയേ, വേഗം ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും റൂട്ട് 144 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ റൂട്ട് 144 സ്ക്വയർ നമ്പർ പഠിക്കാത്തവരുണ്ടോ? ഇല്ല അല്ലേ. കാരണം SSLCക്ക് നിങ്ങൾ ഉറപ്പായിട്ട് സ്ക്വയർ നമ്പറുകൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ റൂട്ട് 44 എന്ന് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, 12 സെന്റിമീറ്റർ. അപ്പോൾ മറക്കരുത്, ഈ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ടാൻജന്റിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ, ഓക്കെ, ടാൻജന്റിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇന്റർസെക്റ്റിംഗ് ലൈൻ ഇൻറ്റു ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഓക്കെ, ഔട്ട്സൈഡ് ദ സർക്കിളിൻ്റെ പ്രോഡക്റ്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇന്റർസെക്റ്റിംഗ് ലൈനിൻ്റെ പ്രോഡക്റ്റും എന്തായിരിക്കും? ടാൻജന്റിൻ്റെ സ്ക്വയർ ആയിരിക്കും എന്ന കാര്യം ഓർത്ത് വയ്ക്കുക. ഇത്രയുള്ള കോൺസെപ്റ്റ് സ്ഥിരമായിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD, ഇതും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിട്ട് പോകണം. പബ്ലിക് പരീക്ഷയാണ്, കൃത്യമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും കോൺസെപ്റ്റുകൾ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അതിന് വേണ്ട ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ.